നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മാനന്തവാടിയിലും കൽപ്പറ്റയിലും ബാർ തുറക്കും. ബത്തേരിയിലും പുൽപ്പള്ളിയിലും 4 സ്റ്റാർ ഫെസിലിറ്റി ഒരുക്കിയാൽ ബാർ തുറക്കാം. സോമൻ ഉൾപ്പെടെ 10ഓളം പ്രമുഖ മാവോയിസ്റ്റുകൾ ഉടൻ കീഴടങ്ങിയേക്കും. കീഴടങ്ങുന്നത് പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസിൽപ്പെട്ടവർ. തിരുനെല്ലിയിൽ അനധികൃത റിസോർട്ട് നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ. തിരുനെല്ലി നരിനരങ്ങി മലയിൽ ഒരു കെട്ടിടത്തിന്റെ ഹൈക്കോടതി അനുമതിയിൽ നിർമ്മിക്കുന്നത് 14 കെട്ടിടങ്ങൾ. ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ആളില്ല. കാട്ടുനായ്ക്ക യുവതി ചോർന്നൊലിക്കുന്ന ഒറ്റമുറിക്കൂരയിൽ പ്രസവിച്ചു. പ്രൊമോട്ടറും ട്രൈബൽ വകുപ്പും തിരിഞ്ഞു നോക്കിയില്ലെന്ന് പരാതി. ബത്തേരി മാതമംഗലം ആദിവാസി കോളനിയിൽ ഡിഫ്തീരിയ. ജില്ലയിൽ ഇതുവരെ 7 ഡിഫ്തീരിയ കേസുകൾ സ്ഥിരീകരിച്ചു. ചെമ്പ്ര എസ്റ്റേറ്റ് ഈ മാസം 19-ന് തുറക്കും. ശമ്പള കുടിശ്ശിക 19-നും ബോണസ് 23-നും നൽകും. തീരുമാനം മന്ത്രി TP രാമകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ. വാർത്തകൾ വിശദമായി. ജില്ലയിൽ 2 ബാറുകളിൽ ഇനി വിദേശ മദ്യം വിളമ്പും. മാനന്തവാടിയിലെ ബ്രഹ്മഗിരിക്കും കൽപ്പറ്റയിലെ ഹരിതഗിരിക്കും അനുമതി. സുൽത്താൻ ബത്തേരിയിലും പുൽപ്പള്ളിയിലും 4 സ്റ്റാർ ഫെസിലിറ്റി വരുന്ന മുറയ്ക്ക് ബാർ തുറക്കാൻ ലൈസൻസ് നൽകും. നിലവിൽ ബത്തേരിയിലും മീനങ്ങാടിയിലും വിദേശമദ്യ ബാറുകൾ അടഞ്ഞു തന്നെ കിടക്കും. മാനന്തവാടിയിൽ 1, പുൽപ്പള്ളിയിൽ 1, കൽപ്പറ്റയിൽ 3 എന്നിങ്ങനെ നിലവിലെ ബിയർ വൈൻ പാർലറുകൾ പ്രവർത്തനം തുടരും. വൈത്തിരിയിലെ 5 സ്റ്റാർ ബാർ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. 4 സ്റ്റാർ 5 സ്റ്റാർ ബാറുകൾക്ക് മാത്രം അനുമതി നൽകിയാൽ മതിയെന്നാണ് LDF തീരുമാനം. പാതയോരങ്ങളിലെ ബാറുകളുടെ കാര്യത്തിൽ തീരുമാനമായില്ല. പുതിയ ബാറുകൾക്ക് ലൈസൻസ് നൽകില്ല. നിയമതടസ്സമില്ലാത്ത 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾ തുറക്കാനാണ് മന്ത്രിസഭാ തീരുമാനം. ടൂറിസം മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകും. ബാറുകളിൽ ഇനി മുതൽ കള്ളും ലഭ്യമാക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി വിധിക്ക് ശേഷമായിരിക്കും പാതയോരത്തെ ബാറുകളുടെ കാര്യത്തിൽ തീരുമാനം. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. വയനാട് സ്വദേശി സോമൻ ഉൾപ്പെടെ 10ഓളം പ്രമുഖ മാവോയിസ്റ്റ് നേതാക്കൾ ഉടൻ കീഴടങ്ങിയേക്കുമെന്ന് റിപ്പോർട്ട്. മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഏതെങ്കിലും കോടതിയിലായിരിക്കും സോമൻ കീഴടങ്ങുകയെന്നും സൂചന. പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസിലുള്ളവരാണ് കീഴടങ്ങുക. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ സായുധ പോരാട്ടത്തിനും മാവോവാദി സംഘടനാ പ്രവർത്തനത്തിനും പ്രസക്തി ഇല്ലെന്ന തിരിച്ചറിവാണ് കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള സോമനടക്കം കീഴടങ്ങാൻ ഒരുങ്ങുന്നതെന്നാണ് സൂചന. അതേസമയം ലുക്കൌട്ട് നോട്ടീസിൽപ്പെട്ടവർ കീഴടങ്ങുക എന്ന മാവോയിസ്റ്റ് തീരുമാനം മാവോയിസ്റ്റ് ആഭ്യന്തര സംഘർഷത്തിന്റെയും സ്വയം നവീകരണത്തിന്റെയും ലക്ഷണമാണെന്നാണ് കരുതുന്നത്. പുതിയ റിക്രൂട്ട്മെന്റുകളെ ഉപയോഗിച്ച് സായുധ പോരാട്ടം മുന്നോട്ടു കൊണ്ടുപോവുക, പോലീസ് ലുക്കൌട്ട് നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചവർ കീഴടങ്ങി മുഖ്യധാരയിലേക്ക് തിരികെ പോവുക എന്ന ദ്വിമുഖ തന്ത്രമാണ് ഇതെന്ന് കരുതുന്നു. നക്സൽബാരി സമരത്തിന്റെ 50ാം വാർഷികാഘോഷ വേളയിൽ നിലമ്പൂർ അതിർത്തി കാടുകളിൽ ഒത്തുചേർന്ന CPI മാവോയിസ്റ്റ് നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് കീഴടങ്ങൽ. കന്യാകുമാരി അടക്കം 3 പേർ കഴിഞ്ഞ ദിവസം ചിക്കമംഗളൂരിൽ കീഴടങ്ങിയതും ഈ തീരുമാനപ്രകാരമാണ്. ആദിവാസി കുടിയേറ്റ മേഖലകളിൽ സ്വാധീനം കണക്കുകൂട്ടൽ അനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തതും മഴക്കാലത്ത് കാട്ടിലെ ഒളിത്താവളങ്ങളിൽ തുടരാൻ കഴിയാത്തതും കീഴടങ്ങലിലേക്ക് നയിക്കുന്ന മറ്റു കാരണങ്ങളാണ്. മാവോയിസ്റ്റ് ഏകോപനം അസാധ്യമാക്കുന്ന തരത്തിൽ പോലീസിന്റെ ഇന്റലിജൻസ് ഇടപെടൽ മാവോയിസ്റ്റുകളുടെ മറ്റൊരു തലവേദന. തീവ്രവാദികളും മാവോയിസ്റ്റ് ബാനർ ഉപയോഗിച്ച് ഒളിപ്രവർത്തനം നടത്തുന്നതും കേരളത്തിൽ മാവോയിസ്റ്റുകൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. വയനാടൻ സോമൻ ദുരൂഹതകളുടെ മാവോയിസ്റ്റ് നേതാവ്. നിലമ്പൂർ വരയന്മലയിൽ കൊല്ലപ്പെടുന്നതിന് മുൻപ് കുപ്പുദേവരാജൻ സംഘടനയ്ക്ക് നൽകിയ കത്തിൽ സോമനെ സംഘടനാ പ്രവർത്തനങ്ങൾ പഠിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. സോമനിലൂടെ സംഘടനയ്ക്ക് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു എന്നാണ് കുപ്പുദേവരാജൻ സൂചിപ്പിച്ചത്. സോമൻ പോലീസ് ഏജന്റാണോ എന്ന സംശയവും മാവോയിസ്റ്റ് നേതാക്കളിൽ ചിലർ സ്വകാര്യമായി പങ്കുവച്ചിരുന്നതായി പറയുന്നു. കൽപ്പറ്റ മുണ്ടേരിക്കാരൻ സോമൻ മാവോയിസ്റ്റ് കേരള സംഘടനയുടെ നേതാവായതിനു പിറകിലും ദുരൂഹതകളേറെ. ചില സ്വകാര്യ വ്യക്തികളോട് പണം കടം വാങ്ങി തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വന്ന കേസിൽപ്പെട്ട സോമൻ മാവോയിസ്റ്റാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൽപ്പറ്റയിലെ മാധ്യമപ്രവർത്തകർക്ക് പ്രയാസം. ഞായറാഴ്ച എന്ന പേരിൽ കുറച്ചുകാലം 4 പേജ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന സോമന് ആഴത്തിലുള്ള മാവോ പഠനമോ കാഴ്ചപ്പാടുകളോ ഉള്ളതായി ആർക്കും അറിവില്ല. ADB സംഘം വയനാട് സന്ദർശിച്ചപ്പോൾ സംഘത്തിന്റെ കാറിനു മുന്നിൽ ചാടി വീണ ബഹുരാഷ്ട്ര കുത്തകകൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും അറസ്റ്റ് വരിക്കുകയും ചെയ്ത സോമൻ
എപ്പോഴാണ് ഒളിത്താവളങ്ങളിൽ എത്തിയതെന്നറിയില്ല. ആന്ധ്രയിൽ സായുധ പരിശീലനം നേടിയ സോമൻ 4 വർഷം മുമ്പാണ് സംഘടനയുടെ കേരള നേതൃത്വത്തിൽ എത്തിയത്. വിവിധ മാവോയിസ്റ്റ് ദളങ്ങളുടെ ഏകീകരണത്തിനും ദളങ്ങളായി തിരിഞ്ഞു പ്രവർത്തിക്കുന്നതിനും സോമനാണ് ഉത്തരവാദിയെന്നാണ് റിപ്പോർട്ട്. സോമന്റെ അബദ്ധങ്ങളാണ് കേരളത്തിൽ മാവോയിസ്റ്റ് സംഘടനാ തകർച്ചയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. സോമനും സോമനോടൊപ്പം പ്രവർത്തിച്ചിരുന്നവരും പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസിലുണ്ട്. സോമൻ വയനാട്ടിലെ ഏതെങ്കിലും കോടതിയിൽ കീഴടങ്ങുമെന്നും സൂചനയുണ്ട്. തിരുനെല്ലിയിൽ പ്രത്യക്ഷപ്പെട്ട 7-അംഗ മാവോയിസ്റ്റ് സംഘത്തിൽ സോമനടക്കം 2 പേരെയാണ് പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. പോലീസിനോ പൊതുസമൂഹത്തിനോ പരിചയമില്ലാത്ത കേഡർമാരിലൂടെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നതിനു പിറകിൽ സോമന്റെ വീഴ്ചകൾ കാരണമാണെന്നാണ് കരുതുന്നത്. നിലമ്പൂർ, വയനാട് മേഖലകളിലെ സോമന്റെ നേതൃത്വത്തിന് സംഭവിച്ച വീഴ്ചയാണ് കുപ്പുദേവരാജന്റെയും അജിതയുടെയും കൊലപാതകങ്ങളിൽ കലാശിച്ചതെന്ന് സംശയമുണ്ട്. കീഴടങ്ങുകയല്ലാതെ പോംവഴികളില്ലെന്ന പ്രതിസന്ധിയിലാണ് സോമൻ വയനാടും സോമൻ മുഖാന്തരം വെളിപ്പെട്ടു പോയവരും. വരയൻമലയിൽ നിന്ന് പിടിച്ചെടുത്ത പെൻഡ്രൈവുകളിൽ നിന്നാണ് കേരള മാവോയിസ്റ്റുകളെക്കുറിച്ച് എല്ലാ വിവരങ്ങളും പോലീസിന് ലഭിച്ചത്. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. തിരുനെല്ലി നരിനിറങ്ങിമലയിലെ അനധികൃത റിസോർട്ട് നിർമ്മാണത്തിന് റവന്യൂ വകുപ്പിന്റെ സ്റ്റോപ്പ് മെമ്മോ. നിർമ്മാണം തുടങ്ങിയപ്പോൾ തിരുനെല്ലി പഞ്ചായത്ത് നൽകിയ സ്റ്റോപ്പ് മെമ്മോ മറികടന്നാണ് ഒരു കെട്ടിടത്തിന് ഹൈക്കോടതി നൽകിയ ഉത്തരവിന്റെ മറവിൽ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള നരിനിറങ്ങിമലയിൽ 14 കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. മല തുരന്നും വൻ പാറക്കെട്ടുകൾ ഇളക്കി മാറ്റിയുമാണ് തിരുനെല്ലി ഉൾക്കാടുകളിൽ റിസോർട്ട് നിർമ്മാണം. 2014 ജനുവരി 21-ന് ഇവിടെ കെട്ടിടം നിർമ്മിക്കാൻ ആദ്യാനുമതി നൽകിയത് തിരുനെല്ലി പഞ്ചായത്താണ്. പഞ്ചായത്തിന്റെ നിർമ്മാണാനുമതി വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കുന്ന തരത്തിൽ പാറകൾ ഇളക്കിയും മലയിടിച്ചും റോഡ് നിർമ്മിച്ചതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി നിർമ്മാണ പ്രവൃത്തികൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് 1975-ൽ പതിച്ചു നൽകിയ ഭൂമി കയ്യേറിയാണ് റിസോർട്ട് നിർമ്മാണം. പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോയ്ക്കെതിരെ ഹൈക്കോടതി ഒരു കെട്ടിടത്തിനു മാത്രമാണ് നിർമ്മാണാനുമതി നൽകിയത്. ഇതിന്റെ മറവിൽ 14 അനധികൃത കെട്ടിടങ്ങളുടെ നിർമ്മാണമാണ് നടത്തിയത്. ഇതിനെല്ലാം കൂടിയാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ആളില്ലാതെ മഴയിൽ ചോർന്നൊലിക്കുന്ന കൂരയ്ക്കകത്ത് ആദിവാസി യുവതി പ്രസവിച്ചു. ചീരാൽ കായക്കുന്ന് നായ്ക്ക കോളനിയിലെ ബിന്ദു കൂരയിൽ പ്രസവിച്ചിട്ടും ട്രൈബൽ പ്രൊമോട്ടർമാരോ ട്രൈബൽ വകുപ്പ് അധികൃതരോ തിരിഞ്ഞു നോക്കിയില്ലെന്ന് പരാതി വ്യാപകം. ഇവരുടെ വാസയോഗ്യമായ വീട് പൊളിച്ചുകളഞ്ഞ് തറമാത്രം കെട്ടി കരാറുകാരൻ മുങ്ങുകയായിരുന്നു. ബിന്ദു, മണി ദമ്പതികൾ ഒരു കൊല്ലമായി കീറിപ്പൊളിഞ്ഞ കൂരയ്ക്കുള്ളിലാണ് താമസം. നേരത്തെ ഒരു പരമ്പരാഗത കുടിലുണ്ടായിരുന്നു. കരാറുകാരും ട്രൈബൽ ഓഫീസിലെ ആദിവാസി സ്നേഹികളും ചേർന്ന് കുടിൽ പൊളിച്ചുകളഞ്ഞ് പുതിയ വീട് എന്ന സ്വപ്നം നൽകി. പരമ്പരാഗതമായ കുടിയിൽ നിന്ന് ക്ഷേമപ്രവർത്തകർ ഇവരെ പുറത്താക്കിയെന്ന് പറയാം. വീടിരുന്ന സ്ഥലത്ത് ഒരു തറ കെട്ടിവെച്ച് കരാറുകാരൻ മുങ്ങി. മഴയും വെയിലും കൊള്ളാതിരിക്കാൻ ഷീറ്റും സാരിച്ചീളും ചാക്കിൻ കഷ്ണവും തുന്നിക്കെട്ടി ഷെഡുണ്ടാക്കി അതിലെ ഒറ്റമുറിയിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. ഇപ്പോൾ 6 ദിവസം മാത്രം പ്രായമായ കൈക്കുഞ്ഞിനു പുറമെ 3 മക്കൾ കൂടിയുണ്ട്. 3 മക്കളും ചോരക്കുഞ്ഞും ബിന്ദുവും മണിയും ഇവരുടെ അമ്മ കുള്ളിയും ഈ ഒറ്റമുറി കൂരയിലാണ് താമസം. കുള്ളിക്ക് വാർദ്ധക്യകാല പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ഇല്ല. ഒറ്റമുറി കൂരയിൽ ജനനവും മരണവും രാജ്യത്തെ ആദ്യ സംഭവമല്ല. പക്ഷേ ആദിവാസി സമുദ്ധാരണത്തിന്റെ ശമ്പളം പറ്റുന്ന കുറെ ആളുകളും വാതുറന്നാൽ എല്ലാം ശരിയാക്കുമെന്ന് പറയുന്ന രാഷ്ട്രീയക്കാരുമുള്ള നാട്ടിൽ ബിന്ദുവിന്റെ കൂര ഇന്നലെ പെയ്ത മഴയിൽ പൊടുന്നനെ മുളച്ചു വന്നതല്ലെന്ന് ചൂണ്ടിക്കാണിക്കാതെ വയ്യ. മരുമോള് പ്രസവിച്ചിട്ട് 6 ദിവസമായിട്ടുള്ളൂ. അപ്പം ഞങ്ങൾക്ക് വീട് കിടക്കാനുള്ള വീടില്ല. എൻ്റെ വീട് ഒരു കുറച്ച് നല്ല വീടായിരുന്നു. എന്നിട്ട് അതിനെ ഞാൻ പൊളിച്ച് അത് ഞാൻ വേറെ എടുത്ത് ഒരു ഷെഡ് കെട്ടി ആ ഷെഡും ചോരുന്നുണ്ട്. ഇപ്പം എനിക്കൊരു ആരും ഒരു കോലായി തന്നെ വിടൂല. ഈ മക്കളെ എടുത്തിട്ടാണ് അവർ പോകാൻ പറഞ്ഞത്. ഈ മക്കളൊക്കെ കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം എങ്ങനെയാവും? പിന്നെ എനിക്ക് പെൻഷൻ കിട്ടുന്നില്ല. എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ ചെറുതിൽ മരിച്ചത്. എല്ലാവർക്കും പെൻഷൻ കിട്ടുന്നുണ്ട്. എനിക്ക് മാത്രം, കുള്ളിക്ക് മാത്രം ഇല്ല. വീട് വെന്ത് ഷെഡ്. എന്നിട്ട് ഒരു വർഷമായി എൻ്റെ വീട് പൊളിച്ചിട്ട്. എന്നിട്ട് ആ വീടും ഇല്ല. ഈ 4 മക്കളെ ഞാൻ എവിടെ കൊണ്ട് വളർത്താനാ? AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. കാരാപ്പുഴ നത്തംകുനിയിൽ മീൻ പിടിക്കാൻ പോയ ആദിവാസി യുവാവിനെ കാണാനില്ല. പുൽക്കുന്ന് കോളനിയിലെ ചന്ദ്രന്റെ മകൻ രതീഷിനെയാണ് കഴിഞ്ഞ രാത്രി കാണാതായത്. 20 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ 11 മണിയോടെ കൂട്ടുകാരുമൊത്ത് കോളനിയിൽ നിന്നും നത്തംകുനിയിലെ കാരാപ്പുഴ റിസർവോയർ പ്രദേശത്തെ ഡാമിൽ മീൻ പിടിക്കാൻ പോയ രതീഷ് പുലർച്ചെ 2 മണിക്ക് കൂട്ടുകാരിൽ നിന്നും വേർപെട്ടതായി സുഹൃത്തുക്കൾ പോലീസിൽ മൊഴി നൽകി. രാവിലെ 10 മണിയോടെ കൽപ്പറ്റയിൽ നിന്നെത്തിയ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ആദിവാസി യുവാവിനായി തെരച്ചിൽ നടത്തുകയാണ്. വയനാട് ന്യൂസ്, മേപ്പാടി.
ജില്ലയിൽ വീണ്ടും ഡിഫ്തീരിയ. നായ്ക്കട്ടി മാതമംഗലം പ്രദേശത്തെ 29-കാരിയായ ഗോത്രവർഗ യുവതിക്കാണ് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചത്. ശക്തമായ തൊണ്ടവേദനയും പനിയുമായി ഇക്കഴിഞ്ഞ ശനിയാഴ്ച നൂൽപ്പുഴ PHCയിൽ ചികിത്സയ്ക്കെത്തിയ ഇവരെ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. ഇവിടെ നിന്നും ഇവരുടെ തൊണ്ടയിലെ സ്രവം പരിശോധനയ്ക്കായി മണിപ്പാലിലേക്ക് അയക്കുകയായിരുന്നു. ഇന്നാണ് പരിശോധനാ ഫലം വന്നത്. പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചതിനാൽ ഇവരെ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇതോടെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഡിഫ്തീരിയ രോഗികളുടെ എണ്ണം 7 ഉദ്ഘാടനം കഴിഞ്ഞ് വർഷമൊന്നാവുന്നു. ജീവനക്കാരില്ലാതെ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം. ജില്ലയിലെ ക്ഷീരകർഷകർ ഉൾപ്പെടെ മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഉപജീവനം കഴിയുന്നവർക്ക് ഉപകാരപ്പെടേണ്ട കേന്ദ്രമാണ് ജീവനക്കാരില്ലാതെ നോക്കുകുത്തിയായി നിൽക്കുന്നത്. 7 തസ്തികകൾ വേണ്ടിയെടുത്ത് ഒരാളെ മാത്രമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതും വർക്കിംഗ് ഇൻചാർജ്. ഉദ്ഘാടനം കഴിഞ്ഞ് വർഷം ഒന്നാവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇതുവരെയായിട്ടും ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ജീവനക്കാരെ നിയമിച്ചിട്ടില്ല. കഴിഞ്ഞ ജൂലൈ 25-നാണ് വകുപ്പ് മന്ത്രി കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. അന്ന് തന്നെ ജീവനക്കാരെ നിയമിക്കാതെ പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നതിൽ പരക്കെ ആക്ഷേപമുയർന്നിരുന്നു. എന്നാൽ വർക്കിംഗ് അറേഞ്ച്മെന്റിൽ ജീവനക്കാരെ നിയമിച്ച് കേന്ദ്രത്തിന്റെ പ്രവർത്തനം 1 മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയായിട്ടും നിയമനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. കേന്ദ്രം കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ, വെറ്ററിനറി സർജൻ, ഡ്രൈവർ കം മൈക്ക് ഓപ്പറേറ്റർ, പ്യൂൺ, പാർട്ട് ടൈം സ്വീപ്പർ, നൈറ്റ് വാച്ച്മാൻ തുടങ്ങി 7 തസ്തികകളിൽ ഉദ്യോഗസ്ഥരും ജീവനക്കാരും വേണം. നിലവിൽ മീനങ്ങാടി റീജിയണൽ അനിമൽ ഹസ്ബൻഡറി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർക്ക് കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടറുടെ അധിക ചുമതല നൽകിയത് മാത്രമാണ് ജീവനക്കാരില്ല എന്നതിന് ഒരു അപവാദം. 65 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച പരിശീലന കേന്ദ്രം ബത്തേരി വെറ്ററിനറി പോളിക്ലിനിക് കോമ്പൗണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ 2 ക്ലാസ് മുറികൾ, ഡൈനിംഗ് ഹാൾ, ഓഫീസ്, ലൈബ്രറി, ഓഫീസേഴ്സ് റൂം, ടോയ്ലറ്റുകൾ എന്നീ സൗകര്യങ്ങളോട് കൂടിയ കേന്ദ്രമാണ് അധികൃതരുടെ അനാസ്ഥ കാരണം ഉപകാരപ്പെടാതെ കിടക്കുന്നത്. ജില്ലയിലെ ക്ഷീരകർഷകർക്കും ഈ മേഖലയിലെ പുതുസംരംഭകർക്കും മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് മൃഗപരിപാലനത്തിലെ നൂതനമാർഗ്ഗങ്ങളും സാങ്കേതിക വിദ്യകളും നിരന്തരമായി പരിശീലിപ്പിക്കുക, പരിചയപ്പെടുക എന്നീ ലക്ഷ്യത്തോടെയാണ് കേന്ദ്രം ആരംഭിച്ചത്. ഇതാണിപ്പോൾ വയനാട് ജില്ലയിലെ കർഷകർക്ക് ഉപകാരപ്പെടാതെ നോക്കുകുത്തിയായി മാറിയിരിക്കുന്നത്. വയനാട് ന്യൂസ്, ബത്തേരി. ഡൽഹി AKG ഭവനിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കെതിരെ നടന്ന അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിലെങ്ങും പ്രകടനങ്ങൾ. മേപ്പാടിയിൽ പ്രതിഷേധ പ്രകടനത്തിന് സാജു, മാത്യൂസ്, ജോണി, മുജീബ്, ബെന്നി, കനകലത തുടങ്ങിയവർ നേതൃത്വം നൽകി. ബത്തേരി ഈസ്റ്റ്, വെസ്റ്റ് CPM ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണവും നടത്തി. പ്രകടനത്തിന് ഏരിയ സെക്രട്ടറി ബേബി വർഗീസ്, PK രാമചന്ദ്രൻ, KC യോഹന്നാൻ, ബാബു അബ്ദുറഹ്മാൻ, കുര്യാക്കോസ് മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. വിദ്യാഭ്യാസ വായ്പയെടുത്തവരുടെ സംഗമം ഡിവൈഎഫ്ഐ ബത്തേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം K മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ ലിജോ ജോണി അധ്യക്ഷനായിരുന്നു. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ കമ്മിറ്റി അംഗം വിശദീകരണം നടത്തി. AK ജിതൂഷ്, മനോജ് എമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ വായ്പയെടുത്തവരെ സഹായിക്കുന്നതിന് ഹെൽപ്പ് ഡെസ്കും രൂപീകരിച്ചു. വിദ്യാഭ്യാസ വായ്പ എഴുതിത്തള്ളൽ ആനുകൂല്യം നിലവിൽ ലഭിക്കാത്ത നഴ്സിംഗ് വിദ്യാർത്ഥികളെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടാൻ സംഗമം തീരുമാനിച്ചു. ബത്തേരി ഭാരതീയ വിദ്യാഭവനിൽ രാജ്യം പത്മശ്രീ നൽകിയ ആദരിച്ച കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർക്ക് സ്വീകരണവും ഈ വർഷം CBSE 12, 10 ക്ലാസുകളിലെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. പരിപാടിയിൽ KG ഗോപാലപിള്ള അധ്യക്ഷനായിരുന്നു. പത്മശ്രീ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരെ ചടങ്ങിൽ പൊന്നാടയണിച്ച് സ്വീകരിച്ചു. തുടർന്ന് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം ഗുരു നിർവഹിച്ചു. KK വാസുദേവൻ, അജയ് ഉമ്മൻ, സ്കൂൾ പ്രിൻസിപ്പൽ രേഖ S നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഉത്സവം കൊണ്ടാടുന്ന ഈ അവസരത്തിൽ ഇതിന്റെ ഭാരവാഹികൾ എന്നെ ക്ഷണിച്ച് ആദരിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആ സ്ഥാപനത്തിനെ ഞാൻ എന്നും വളർത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്കതാ. ചെമ്പ്ര ഫാത്തിമ ഫാം എസ്റ്റേറ്റ് ഈ മാസം 19-ന് തുറക്കും. തിരുവനന്തപുരത്ത് മന്ത്രി TP രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. 1 മാസത്തെ ശമ്പള കുടിശ്ശിക ജൂൺ 19-നും 2015-16 വർഷത്തെ ബോണസ് ജൂൺ 23-നും വിതരണം ചെയ്യും. കോഴിക്കോട് ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞയാഴ്ച നടത്തിയ ചർച്ചയിൽ ജൂലൈ 1-ന് എസ്റ്റേറ്റ് തുറക്കാനായിരുന്നു ഏകദേശ ധാരണ. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിൽ ശമ്പള കുടിശ്ശിക, ബോണസ് ഉൾപ്പെടെ പ്രശ്നങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുകയായിരുന്നു. രാജ്യസഭാംഗവും മുസ്ലിം ലീഗ് നേതാവുമായ PV അബ്ദുൽ വഹാബിന്റെ ഉടമസ്ഥതയിലുള്ള തോട്ടം 2016 ഒക്ടോബർ 27-നാണ് ലോക്കൌട്ട് ചെയ്തത്. 190 സ്ത്രീകളടക്കം എസ്റ്റേറ്റിൽ 320 തൊഴിലാളികളുണ്ട്. 11 സൂപ്പർവൈസർമാരും 6 ഓഫീസ് ജീവനക്കാരും എസ്റ്റേറ്റിലുണ്ട്. ഇന്നലെ മന്ത്രി TP രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ
നടന്ന ചർച്ചയിൽ CK ശശീന്ദ്രൻ MLA, വിവിധ യൂണിയൻ നേതാക്കളായ P. ഗഗാറിൻ, PK അനിൽകുമാർ, PPA കരീം, N. വേണുഗോപാൽ, NO ദേവസ്യ, PK മുരളീധരൻ, C. സുരേഷ് ബാബു എന്നിവരും മാനേജ്മെന്റ് പ്രതിനിധികളായി ഡയറക്ടർ ഹമീദ്, ലീഗൽ അഡ്വൈസർ ഹമീദ്, മാനേജർ മാച്ചയ്യ എന്നിവരും പങ്കെടുത്തു. എസ്റ്റേറ്റ് തുറന്ന് ആദ്യ 3 മാസം ആഴ്ചയിൽ 4 തൊഴിൽ ദിനം എന്ന നിലയിലായിരിക്കും എസ്റ്റേറ്റ് പ്രവർത്തിക്കുക. സാഹചര്യം നോക്കി പിന്നീട് ഇത് കൂട്ടും. ജൂൺ 12-ന് ചേരുന്ന യോഗം ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. മുന്നറിയിപ്പില്ലാതെ പ്രഖ്യാപിച്ച ലോക്കൌട്ടിനെതിരെ തൊഴിലാളികൾ സമരമുഖത്ത് അടിയുറച്ചു നിൽക്കുകയും ഒടുവിൽ തോട്ടം ഭൂമി പിടിച്ചെടുത്ത് കൈവശാവകാശം ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടെ എസ്റ്റേറ്റ് കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിലാണ് ലോക്കൌട്ട് പിൻവലിക്കാൻ മാനേജ്മെന്റ് നിർബന്ധിതമായതെന്ന് പറയുന്നു. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. മേപ്പാടി മുട്ടിൽ മേപ്പാടി വടുവഞ്ചാൽ റോഡുകൾ സംഗമിക്കുന്ന മേപ്പാടി മൂപ്പൈനാട് ജംഗ്ഷൻ അപകടങ്ങളുടെ ജംഗ്ഷനായി മാറുകയാണ്. ഇന്നലെ ഇവിടെ ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് ഗുരുതര പരിക്കേറ്റിരുന്നു. കഴിഞ്ഞയാഴ്ച ഇവിടെ യുവാവ് വാഹനാപകടത്തിൽ മരിച്ചതും വയനാട് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 3 ഭാഗത്തു നിന്നും ഒരേ സമയത്ത് വരുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കാൻ ജംഗ്ഷനിൽ സിഗ്നൽ സംവിധാനങ്ങളൊന്നുമില്ല. നെടുമ്പാല ഭാഗത്തു നിന്ന് കയറ്റം കയറി വരുന്ന വാഹനങ്ങൾ വടുവഞ്ചാൽ ഭാഗത്തേക്ക് പോകുന്ന ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. കുത്തനെ ഇറക്കവും വളവുമുള്ള റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും സൈൻ ബോർഡുകളും സിഗ്നൽ സംവിധാനങ്ങളും ഇല്ലാത്തതും അപകടങ്ങൾക്ക് കാരണമാണ്. വാഹനങ്ങൾ പെട്ടെന്ന് മുൻപിൽപ്പെട്ടാലേ ഈ ജംഗ്ഷനിൽ ഡ്രൈവർമാരുടെ കാഴ്ചയിൽപ്പെടൂ. വാഹനം നിയന്ത്രിക്കാനാകും മുമ്പ് കൂട്ടിയിടിക്കും. അമിത വേഗതയാണ് അപകടത്തിന്റെ മറ്റൊരു പ്രധാന കാരണം. ഇന്റർസെപ്റ്റർ അടക്കം സംവിധാനങ്ങൾ വേഗതാ നിയന്ത്രണത്തിന് ഹൈവേകളിലുണ്ടെങ്കിലും ആക്സിഡന്റ് സാധ്യതാ സ്ഥലങ്ങളിൽ ഈ റോഡിൽ ട്രാഫിക് പോലീസ് സേവനം ലഭ്യമല്ല. ഇവിടെ ഏതു വിധത്തിലായാലും ശരി, ട്രാഫിക് നിയന്ത്രണ സംവിധാനം അടിയന്തരമായി ഏർപ്പെടുത്തേണ്ടതാണ്. ഇതിന് വേണ്ടപ്പെട്ട സിഗ്നൽ ബോർഡുകളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. അപ്പോൾ അതിന് ഈ അപകടങ്ങൾ ഇതിന് മുൻപും പലപ്പോഴായിട്ട് ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനുള്ള യാതൊരു ബോർഡ് സിഗ്നലുണ്ട് എന്നുള്ളൊരു ബോർഡുകളൊന്നും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് അതിന് വേണ്ട നടപടി ഇവിടുത്തെ അധികാരികൾ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ഇവിടുത്തെ ഒരു ഡ്രൈവറുള്ള നിലക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സാജർ പുത്തലാൻ, വയനാട് ന്യൂസ്, മേപ്പാടി. മേപ്പാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന്റെ മൂക്കിന് മുൻപിലും മാലിന്യ നിക്ഷേപം. വന്യജീവികൾക്ക് ഭീഷണിയാകുന്ന തരത്തിൽ വനമേഖല മാലിന്യ നിക്ഷേപ കേന്ദ്രമായിട്ടും അധികൃതർക്ക് കുലുക്കമില്ല. മാലിന്യം നിക്ഷേപിച്ചാൽ കടുത്ത ശിക്ഷയെന്ന വലിയ മുന്നറിയിപ്പ് ബോർഡുകൾ പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വനമേഖലയിലും ജനവാസ കേന്ദ്രങ്ങളിലും സാമൂഹ്യദ്രോഹികൾ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നതിന് ഒരു കുറവുമില്ല. ഇവർക്കെതിരെ അധികൃതർ നടപടി സ്വീകരിക്കാത്തത് ഇവർ സൗകര്യമായി എടുക്കുകയാണ്. മേപ്പാടി റേഞ്ച് ഓഫീസിന് തൊട്ടുമുന്നിലും ടൗണിനോട് ചേർന്ന കുന്നമംഗലം വയൽ വനമേഖലയുമാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി ഇരിക്കുന്നത്. എല്ലാവരും രാത്രി കാലങ്ങളിലായാലും പകലായാലും ഇപ്പോൾ വണ്ടി സൈഡാക്കുക, ഫ്ലഡ് കയറാം ഫോറസ്റ്റിലേക്ക്. ഇത് ശ്രദ്ധിക്കേണ്ടവരെ ശ്രദ്ധിക്കുന്നില്ല. ഇവിടുന്ന് പോകുമ്പോൾ ആൾക്കാർ മുക്കും പൊത്തിയിട്ട് സ്മെല്ലടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് പോകാമെന്നല്ലാണ്ട് ആരും അതിനെ പറ്റിയൊരു പ്രതികരണമില്ല. ഇപ്പോൾ അടുത്ത് ഫോറസ്റ്റ് ഉണ്ട്, പോലീസുണ്ട്, പിന്നെ നാട്ടുകാർ അങ്ങോട്ട് പോകുന്നുണ്ട്. ആര് കണ്ടാലും മൈൻഡ് ചെയ്യുന്നില്ല. ചെയ്യുന്നവർ ചെയ്യാൻ പോവുക. അതിനെ അനുഭവിക്കുന്ന മറ്റുള്ള നാട്ടുകാരും ഈ ചെറിയ കുട്ടികളടക്കമുള്ള ആൾക്കാരാണ്. രാത്രി കാലങ്ങളിൽ കൊണ്ട് തട്ടുന്ന വേസ്റ്റാണ്. അത് കാരണം സ്കൂൾ പിള്ളേർക്കും കാൽനട യാത്രക്കും ഭയങ്കര പ്രശ്നമാണ്. തെരുവ് പട്ടികളുടെ ശല്യം കൂടി വരിക. വിദ്യാർത്ഥികളെ ഇതിലേക്ക് 2-3 വിദ്യാർത്ഥികളെ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളെ രാവിലെ ഓടിക്കുകയും ഭയങ്കര പ്രശ്നമുണ്ടായി. ഞങ്ങൾ പഞ്ചായത്തിനോടും പറഞ്ഞിട്ട് യാതൊരു നടപടിയില്ല. ഫോറസ്റ്റിനോട് ഞാൻ സംസാരിച്ചു. അവരൊക്കെ ഒരു നിസ്സഹായ മട്ടിലാണ് ഞങ്ങളോട് പ്രതികരിച്ചത്. ആയതിനാൽ ഞങ്ങൾ ഇവിടെ പ്രദേശത്തുള്ള പരിസരവാസികൾ ഒന്നിച്ച് ഒരു സമരത്തിന് മുന്നോടിയായി ഞങ്ങൾ ഇറങ്ങാനുള്ള പുറപ്പാടിലാണ്. സാജർ പുത്തലാൻ, വയനാട് ന്യൂസ്, മേപ്പാടി. വയനാട് യൂത്ത് സർവീസ് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയ സ്വീകരണം ജില്ലാ പഞ്ചായത്ത് അംഗം വർഗീസ് മുരിയൻകാവിൽ ഉദ്ഘാടനം ചെയ്തു. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ അധ്യക്ഷനായിരുന്നു. സണ്ണി വാഴപ്പറമ്പിൽ, PA ഡിവൻസ്, KR ജയരാജ്, NV ഉലഹന്നാൻ എന്നിവർ. 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അമ്പലവയൽ വ്യാപാര വ്യവസായി യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. വ്യാപാരി വ്യവസായി അമ്പലവയൽ യൂണിറ്റ് പ്രസിഡന്റ് OV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ജംഷീർ, ഡിജിൽ തുടങ്ങിയവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ഇരട്ട സഹോദരിമാർക്ക് കർഷക രക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പുൽപ്പള്ളി ജയശ്രീ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിജയിച്ച സ്വാതി S കൃഷ്ണയ്ക്കും ശ്വേത S കൃഷ്ണയ്ക്കുമാണ് സ്വീകരണം നൽകിയത്. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ് അധ്യക്ഷയായിരുന്നു. സണ്ണി തോമസ്, TJ മാത്യു, ശശി, ജയശ്രീ, KR ജയരാജ്, KR ജയറാം എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് അമ്പലവയൽ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീതാ വിജയൻ ഉദ്ഘാടനം ചെയ്തു. കെ സാജിദ് അധ്യക്ഷനായിരുന്നു. മണികണ്ഠൻ, ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കാവു സംരക്ഷണത്തിന്റെ ഭാഗമായി മാനന്തവാടി വള്ളിയൂർക്കാവിൽ ആദ്യഘട്ടത്തിൽ 1008 വൃക്ഷത്തൈകൾ നടുന്നതിന്റെ ഉദ്ഘാടനം OR കേളു MLA നിർവഹിച്ചു. ദേവസ്വം ട്രസ്റ്റി എച്ച്.എം. ഗോപി അധ്യക്ഷനായിരുന്നു. എക്സിക്യൂട്ടീവ് ഓഫീസർ KV നാരായണൻ നമ്പൂതിരി, കൌൺസിലർ ശ്രീലത കേശവൻ, തുണ്ടത്തൽ വിജയൻ, PV സുരേന്ദ്രൻ, PK അനിൽകുമാർ, പുഷ്പ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/വയനാട് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ facebook.com/WV വയനാട് ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. മാനന്തവാടിയിലും കൽപ്പറ്റയിലും ബാർ തുറക്കും. ബത്തേരിയിലും പുൽപ്പള്ളിയിലും 4 സ്റ്റാർ ഫെസിലിറ്റി ഒരുക്കിയാൽ ബാർ തുറക്കാം. സോമൻ ഉൾപ്പെടെ 10ഓളം പ്രമുഖ മാവോയിസ്റ്റുകൾ ഉടൻ കീഴടങ്ങിയേക്കും. കീഴടങ്ങുന്നത് പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസിൽപ്പെട്ടവർ. തിരുനെല്ലിയിൽ അനധികൃത റിസോർട്ട് നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ. തിരുനെല്ലി നരിനരങ്ങി മലയിൽ ഒരു കെട്ടിടത്തിന്റെ ഹൈക്കോടതി അനുമതിയിൽ നിർമ്മിക്കുന്നത് 14 കെട്ടിടങ്ങൾ. ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ആളില്ല. കാട്ടുനായ്ക്ക യുവതി ചോർന്നൊലിക്കുന്ന ഒറ്റമുറിക്കൂരയിൽ പ്രസവിച്ചു. പ്രൊമോട്ടറും ട്രൈബൽ വകുപ്പും തിരിഞ്ഞു നോക്കിയില്ലെന്ന് പരാതി. ബത്തേരി മാതമംഗലം ആദിവാസി കോളനിയിൽ ഡിഫ്തീരിയ. ജില്ലയിൽ ഇതുവരെ 7 ഡിഫ്തീരിയ കേസുകൾ സ്ഥിരീകരിച്ചു. ചെമ്പ്ര എസ്റ്റേറ്റ് ഈ മാസം 19-ന് തുറക്കും. ശമ്പള കുടിശ്ശിക 19-നും ബോണസ് 23-നും നൽകും. തീരുമാനം മന്ത്രി TP രാമകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.